ഓക്കെ. സോ ഒരാഴ്ച എടുത്ത് കൊളായതല്ലേ നല്ലൊരു വൃത്തി തിരിച്ചു അപ്പൊ നമ്മളവിടെ പറഞ്ഞിരുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ അല്ല അത് അല്ല അത് പറഞ്ഞോ നമുക്ക് ഫസ്റ്റ് കട അത് കുഴപ്പമില്ല. കട്ട് ചെയ്തിട്ട് കട്ട് ചെയ്യുന്ന പരിപാടിയൊന്നുമില്ല. ഇല്ല മറ്റേത് എനിക്ക് ഇഷ്ടപ്പെട്ടു. അത് ഇട്ടെടുത്തു കട്ട് ചെയ്തിട്ട്. അപ്പൊ പത്തനംതിട്ട ഞാൻ ഇപ്പൊ ഉള്ളത് UK-യില് ഇംഗ്ലണ്ടില് നോർത്താംപ്ടൺ ഷെയർ. നോർത്താംപ്ടൺ ഷെയറില് നോർത്താംപ്ടൺ ഷെയർ എന്ന് പറഞ്ഞാൽ വലുതാണ്. ഇപ്പോ ലൈക്ക് കെറ്ററിംഗ് ഒക്കെ നോർത്താംപ്ടൺ ഷെയറിലുണ്ടാവും. കെറ്ററിംഗ് കോൾബി ഓക്കെ. അപ്പോൾ ഞാൻ ഹാഫിൽ മലപ്പുറത്ത് തിരൂർ എന്ന് പറയും. തിരൂരല്ല, തിരൂരിൽ 8 കിലോമീറ്റർ ഉണ്ട്. കാലത്തൂർ എന്ന് പറയും. അവിടെ ഇപ്പോൾ ബേസിക്കലി മലപ്പുറത്ത് നിന്നാണ്. പക്ഷെ സെറ്റിലാവാൻ ആഗ്രഹിക്കുന്നത് ഇംഗ്ലണ്ടിലാണ്. ബേസിക്കലി മലപ്പുറം. ഞാനിത് വേറെ നാട്ടിലുണ്ട്. അല്ല അങ്ങനല്ല, സെറ്റിൽഡ് എന്ന് പറയാനായില്ലല്ലോ. നമ്മളാകെ വന്നിട്ട് എത്ര 9 മാസം. 9 മാസം. 8 മാസം ആയല്ലേ? 8 മാസം 9 മാസം. അങ്ങനെ അനക്കെന്താ തോന്നുന്നു ഈ 8 മാസം? കൊറേ അനുഭവിച്ചു, കൊറേ കാര്യങ്ങൾ മനസ്സിലായ കാര്യങ്ങൾ പിന്നെ ഒന്നുകൂടെ കൺഫേം ചെയ്തു. ലൈക്ക് മറ്റേ സെറ്റാണ്. ഫ്രണ്ട്സ് ഉള്ളതുകൊണ്ട് ജീവിച്ചു. ഇപ്പൊ പിന്നോട് കുറെ ആൾക്കാർ ഇതാ ഇപ്പൊ നമ്മൾ ഇങ്ങോട്ട് വന്നതിന് ശേഷട്ടാ, നമ്മൾ വരാൻ പ്ലാനുള്ള ടൈമിൽ നമ്മൾ ആരോടും പറഞ്ഞില്ലല്ലോ. ഇങ്ങോട്ട് വന്നതിന് ശേഷം നമ്മൾ കുറെ ഫ്രണ്ട്സ് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് അവസ്ഥ, ഇങ്ങോട്ട് വന്നാല് എന്താണ്. എനിക്ക് അതിനെ പറ്റി കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാം അത് ഇപ്പൊ എന്താ ഒരു സംഭവം, എന്റെ ഒരു അഭിപ്രായത്തിൽ കുറെ ആൾക്കാർ വരണതൊക്കെ ആരെന്ത് പറഞ്ഞാലും നമ്മളെ കൂട്ടുകാരി നമ്മളോട് ചോദിക്കുള്ളൂ. മനസ്സിലായോ? അപ്പൊ ഞാനന്ന് ഇപ്പൊ നമ്മളെ സഹദിയെ വന്നു, ഞാനെന്നോ അവരോട് കുറച്ച് കാര്യങ്ങൾ അതുപോലെ ആരും പറഞ്ഞില്ല. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതുപോലെ ആരും പറഞ്ഞില്ല. മനസ്സിലായോ? അപ്പൊ ആ ഒരു രീതിയിൽ എൻ്റെ ഒരു അഭിപ്രായത്തിൽ വാട്ട് ഡു യു തിങ്ക്, ഇസ് ഇറ്റ് വെർത്താണ്? 100% വെർത്താണ്. ഒരിക്കലും വെർത്തില്ലെന്ന് പറയുന്നത്. പിന്നെ മൈൻഡ് സെറ്റ് മാറ്റേഴ്സ്. പണിയെടുക്കാൻ മനസ്സുണ്ടോ, ഏത് പണിയും ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ, ഏത് ദുർഘട നിമിഷത്തിലും മുന്നേറി പോകാൻ പറ്റുന്നുള്ളൊരു സെൽഫ് കോൺഫിഡൻസ് ഉണ്ടോ, യു ആർ ദ വിന്നർ. ഏറ്റവും സുഖമായിട്ട് പൈസ ഉണ്ടാവും. ഫിനാൻഷ്യലി ആണെങ്കിൽ സുഖമായിട്ട് പൈസ ഉണ്ടാവും. സിമ്പിളാണ്. ഒരു ജോലി കിട്ടും, ട്രൈ ചെയ്താൽ കിട്ടാത്ത ജോലിയില്ല. കിട്ടും, കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് അതങ്ങ് കോൺഫിഡന്റ് ആയിട്ടങ്ങ് ജോലി ചെയ്യാം. ഇപ്പൊ നമ്മളെ നാട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് മാറി നെഗറ്റീവാണ്. ഇപ്പൊ ഞാൻ UK പറഞ്ഞുതരാം. ഞാൻ നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന ടൈമില് ഒക്കെ കൺഫേം ആയി. അപ്പോൾ കൺഫേം ആയിട്ട് ഞാൻ ഇങ്ങോട്ട് കയറാൻ നിൽക്കുന്ന ടൈമിൽ നമ്മളിങ്ങനെ ഫ്രണ്ട്സിനോടൊക്കെ പറയുമല്ലോ. അപ്പോൾ ആദ്യം ഞാൻ UK കാണെന്ന് പറഞ്ഞത്. അപ്പോൾ പിന്നെ ഒരു നെഗറ്റീവ് ഫീല്, UK കയ്യെന്താ UK പോണ്, എല്ലാവരും UK ക്കാണ് പോകണം, അവിടെ എന്താ ആ ഫീലിംഗ്. ഞാൻ ഒരു മാറ്റി പിടിച്ചു. ഞാൻ തന്നെ പറഞ്ഞു ഓക്കെ ഞാൻ ഇംഗ്ലണ്ടിലേക്കാണ്. ഓക്കെ ഇംഗ്ലണ്ട്. എന്നിട്ട് അതിലൊരുത്തനോട് ചോദിക്കുക ഇംഗ്ലണ്ടോ, എല്ലാരും UK കളയുന്നത് ഇംഗ്ലണ്ട് പോകുന്നത്. എനിക്കറിയാം. ഓക്കെ ഇംഗ്ലണ്ട്. എടാ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ UK എന്ന് പറഞ്ഞത് 4 കൺട്രീസാണ്. യുണൈറ്റഡ് കിങ്ഡം എന്ന് പറഞ്ഞാൽ സ്കോട്ട്ലാൻഡ്, വെയിൽസ്, നോർത്തേൺ അയർലൻഡ്, ഇംഗ്ലണ്ട്.
4 കൺട്രീസാണ്. അപ്പൊ UK എന്ന് പറഞ്ഞാൽ ഈ 4 കൺട്രീസിലുള്ളവരും UK എന്ന് പറയാം. അപ്പൊ ഒരു സംഖ്യ ഉണ്ട്. അത് UK അക്ഷരം കുറവായിട്ടുണ്ടെന്ന് തോന്നുന്നു. മേ ബി ഇംഗ്ലണ്ടിൽ കുറച്ച് അക്ഷരം കൂടുതലോ. പിന്നെ അതല്ല ഇംഗ്ലണ്ട് എന്ന് പറയുമ്പോൾ ഇംഗ്ലീഷ് പ്രീമിയർ ലീഗ്, ഫുട്ബോള്, പിന്നെ ക്രിക്കറ്റ്, ക്രിക്കറ്റ്, ആ പരിപാടികളൊക്കെ, റഗ്ബി പരിപാടികളൊക്കെ ഉണ്ടല്ലോ. നാട്ടുകാരൊരു സെറ്റപ്പ്, ഒരു മൈൻഡ് സെറ്റ്, UK പോയ ശോകമാണ്, അവിടെ ഇതാണ്, ജോലി കിട്ടുന്നില്ല, സ്റ്റേ ബാക്ക് കിട്ടുന്നില്ല, പിന്നെ അങ്ങനത്തെ പല ഇഷ്യൂസ് കാരണം UK അങ്ങ് ഭയങ്കരമായിട്ട് ഡൗൺ താത്തി. കാരണം വെച്ചാൽ ആരെങ്കിലും ഒരു 1 hour കോൺവെർസേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിലൊരു 5 മിനിറ്റ് UK പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഇംഗ്ലണ്ടിനെ പറ്റി നെഗറ്റീവ് പറഞ്ഞിട്ടുണ്ടാവുള്ളൂ. ഈ 5 മിനിറ്റ് അങ്ങോട്ട് ആഘോഷിക്കും. ബാക്കി നമ്മളാരും കാണുന്നില്ല. നമ്മളൊക്കെ ഇവിടെ വന്നിട്ട് പൈസ ഉണ്ടാക്കിയതും കാര്യം ഇത്രയൊക്കെ ആയതും UK പൈസ വെച്ചിട്ടാണ്. പിന്നെ സിമ്പിളാണ്. നമ്മള് 10-20 മണിക്കൂർ ഇപ്പത്തെ എനിക്ക് എന്താ വെച്ചാൽ ഇപ്പത്തെ ബേസിക് പേ എന്ന് പറഞ്ഞാൽ എത്ര? 12-20. ബേസിക് പേ എന്ന് പറഞ്ഞാൽ 1 ഹവറിന് 12-20 പൗണ്ട്. ഈ 12-20 പൗണ്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഇപ്പോഴത്തെ റേറ്റ് വെച്ചിട്ട് 112 14 രൂപ പോയാണ് ഒരു പൗണ്ടിന്. അപ്പം 12.5 പൗണ്ട് എന്ന് പറയുമ്പോൾ ഒരു മണിക്കൂറിന് ഒരാൾ എങ്ങനെ ചെയ്യണത് എത്ര? 1500 രൂപ. 1500 ഒരു മണിക്കൂറിന്. അപ്പോൾ നമുക്ക് ഒരു സ്റ്റുഡൻറ്റിന് എന്ന് പറഞ്ഞാൽ സ്റ്റുഡൻ്റ് ആയിട്ടാണ് ഇപ്പോൾ കൂടുതൽ ആൾക്കാർ തരുന്നത്. അപ്പം ഒരു സ്റ്റുഡൻറ്റിന് ഒരു വീക്കിൽ 20 അവർ വർക്ക് ചെയ്യാം ലീഗലായിട്ട്. അല്ലാതെ വർക്ക് ചെയ്യണവരുണ്ട്. നമ്മൾ ബേസിക്കലി 20 മണിക്കൂറും വർക്ക് ചെയ്യുന്നില്ല, എന്നിട്ട് നമ്മൾ ഇത്രയും പൈസ അത് ഒന്നാമെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ ആദ്യം വർക്ക് ചെയ്തിരുന്ന ബേസിക് പേ വെച്ചിട്ടായിരുന്നു. കാരണം ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് എക്സ്ട്രാ പേ ഓക്കെ. അപ്പോൾ ഓക്കെ ബേസിക് പേ നമുക്ക് നിൽക്കാം. ബേസിക് പേ ആണെന്നുണ്ടെങ്കിൽ 12-20 വരുമ്പോൾ 20 ഹവർ ആകുമ്പോൾ ഏകദേശം 1000 പൗണ്ടിന് അടുത്ത് കിട്ടി. 1000 പൗണ്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലത്തെ 1.25 ലക്ഷം റുപ്യയായി ഒരു സ്റ്റുഡൻറ്റിന്. അവൻ പഠിച്ചുകൊണ്ട് നിൽക്കുകയാണ്, നാട്ടിൽ കിട്ടില്ല. ടാക്സ് കട്ടാകുന്നില്ല. സ്റ്റുഡൻറ് പീരീഡിൽ ടാക്സ് ഇല്ല. ടാക്സ് കട്ടാവെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം ഇപ്പം, പക്ഷെ ആ ടൈമിൽ എന്ന് പറഞ്ഞാൽ വേറെ ബെനിഫിറ്റ് ഉണ്ട്. 40 അവർ വർക്ക് ചെയ്യാം. 40 അവറാണ് ഫുൾ ടൈം കോൺട്രാക്ട്. 36-40 അറേഞ്ച് ചെയ്യും. നമുക്കിപ്പോ അതിന്റെ ഡബിൾ ഉണ്ടാക്കാം. ടാക്സ് കട്ടാവും, ഒരു 300 പൗണ്ട് വെച്ചിട്ട് ടാക്സ്, അക്കോമഡേഷൻ, അതിന്റെ ടാക്സ്, ഇൻഷുറൻസ്, അതൊക്കെ കട്ടാവും. ദെൻ ടു നമ്മളിപ്പം സേവ് ചെയ്യാൻ മെന്റാലിറ്റി ഉള്ളവരെ സുഖമായിട്ട് സേവ് ചെയ്യാൻ പറ്റും. അടിച്ചു പൊളിക്കാൻ മെന്റാലിറ്റി ഉള്ളവർക്ക് അടിച്ചു പൊളിക്കാം. അതായത് പൈസ തീരാനും പറ്റും, അത് നല്ലൊരു സേവ് കീപ്പ് ചെയ്യാനും പറ്റും. ഡിപ്പെൻസ് അപ്പോൺ മെന്റാലിറ്റി. പിന്നെ പറഞ്ഞാല് ഈ 1000 പൗണ്ട് ഇപ്പൊ എന്റെ ഒരു അഭിപ്രായത്തിൽ നമുക്ക് എന്താ ചെലവ്? ഫുഡ് നമ്മുടെ കയ്യിൽ ശരിയാ, ഫുഡ് കയ്യിലിരിക്കും. പക്ഷെ ഈ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു പയ്യന്റെ ചെലവുണ്ടാകും. റൂം ഒരു 400 പൗണ്ട് കിട്ടിക്കോ. ഞങ്ങൾക്ക് പറഞ്ഞാൽ നമുക്ക് എത്ര 300 പൗണ്ട്, 300-350 പൗണ്ട് എല്ലാം കൂടെ കൂട്ടിയിട്ട്. പിന്നെ 50 പൗണ്ട് കുക്കിംഗ് ആണെന്നുണ്ടെങ്കിൽ 50 പൗണ്ട് മതി, ലാവിഷാണ്. ഒരു 400 പൗണ്ടിൽ എന്ത് ചെയ്യും? ഒരു മന്ത് ഓടിക്കാം. ഇത് 2 സൈഡും കിട്ടാം. കാരണം എന്താ വെച്ചാൽ 400 പൗണ്ട് തന്നെ നമ്മുടെ നാട്ടിൽ 40,000 രൂപയാണ്. 40,000 വളരെ ബേസിക് ആയിട്ട് റെസ്റ്റോറന്റ് ഒന്നും പോകാതെ ഫുഡ് ഉണ്ടാക്കാതെ നമ്മൾ ആൽദിന്നും ലിഡിൽ നിന്നൊക്കെ ഫുഡ് ഷോപ്പ് ചെയ്ത് അങ്ങനെ ജീവിക്കുന്നതിന്റെ ഒരു ഘടകമാണ് പറയുന്നത്. ഞങ്ങൾ ജീവിക്കുന്നില്ല, ഞങ്ങൾ കുറച്ച് ഓവറാണ്. പക്ഷെ സ്റ്റിൽ ഹാപ്പിയാണ്. ഞാൻ ഹാപ്പിനെസ് വേണ്ടി അപ്പം ഇപ്പൊ ഈ ഒരു ഇപ്പൊ ഇങ്ങനെ ഒരു വീഡിയോ എടുക്കാൻ തന്നെ കാരണം സത്യം അത് വിട്, വർത്തമാനം പറയാം. സത്യം പറഞ്ഞ ഞങ്ങൾ ഇപ്പൊ ഞാൻ ഷിഫ്റ്റ് ചെയ്യാൻ ഉറക്കം വേണ്ടില്ല. ഇന്നലെ എന്റെ ഫ്രണ്ടിന്റെ ബർത്ത്ഡേ എനിക്ക് പോകാൻ പറ്റില്ല, വേറെ കാര്യം. അതെ, നല്ല പരിപാടിയാണ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഏകദേശം 2-3 മണിക്കൂർ മാക്സ് പറയുന്നത് ഉറങ്ങി. എനിക്കൊരു ആവശ്യത്തിന് വേണ്ടി യൂണിയിൽ വരണമായിരുന്നു. അപ്പൊ ഇവനും ഷിഫ്റ്റ് ചെയ്യുന്നു, നമ്മൾ ഒരുമിച്ച് ഇറങ്ങിയതാണ്. അങ്ങനെ വെറുതെ ഇരുന്നപ്പോ എല്ലാ കാര്യവും അങ്ങനെയാണ് പറയുന്നു, തീരുമാനിക്കുന്നു, മൂവ് ചെയ്യുന്നു. ഇപ്പം ഞങ്ങള് ഇവിടുന്ന് ലണ്ടൻ ഞങ്ങൾക്ക് 1-2 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. റൗണ്ട് ബോട്ട് എത്തി കഴിഞ്ഞിട്ട് നമ്മൾ തീരുമാനിക്കുന്നത് എവിടെ പോകുന്നത്. അങ്ങനെയാണ് നമ്മൾ ലണ്ടനിൽ പോയത്. പല സ്ഥലം പറയാതിരിക്കണം നല്ലത്. വീട്ടുകാരൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇവർക്ക് ഭ്രാന്താന്ന് പറയാം. നമ്മുടെ ആരോഗ്യത്തിന് പ്രശ്നമാവും.
അപ്പൊ ചുരുക്കി പറഞ്ഞാൽ അപ്പൊ അങ്ങനെ UK ഒരു ബേസിക് പരിപാടി എങ്ങനെയാണ് ബെറ്റർ ആണ്. കാരണം എന്താ വെച്ചാല് എങ്ങനെ പോയാലും സെറ്റപ്പ് ഒന്നുമില്ല, സെറ്റപ്പിനല്ല അത്ര ശോകമല്ല, എന്നാലാണെങ്കിലോ വലിയ സെറ്റപ്പ് അല്ല, ജീവിക്കാം, ഹാപ്പിനെസ് കിട്ടും. കാരണം പിന്നെ ഐഡിയ കളിക്കണം. പിന്നെ നല്ല ഫ്രണ്ട്ഷിപ്പും വേണം കേട്ടോ. ഫ്രണ്ട്സ് ഇല്ലാതെ ശോകമാണ്. ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ പല കാര്യങ്ങളും മനസ്സിലാക്കാനും നമ്മൾ ഇവിടെ നിന്ന് പറഞ്ഞില്ല, ഞങ്ങൾ ഇംഗ്ലണ്ടില് നോർത്താംപ്റ്റണിലാണ്. നോർത്താംപ്റ്റൺ എന്ന് പറഞ്ഞാല് ഒരു ഔട്ടറാണ്, ഔട്ടർ ലണ്ടനാണ് അല്ലേ, ഔട്ടർ ലണ്ടൻ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് ബെനിഫിറ്റ്സ് ഉണ്ട്. കാരണം എന്താ വെച്ചാൽ ഇവിടെ ഒരുപാട് വെയർ ഹൗസുകളുണ്ട്, നല്ല ഓപ്പർച്യൂണിറ്റി ആണ്. കാരണം ഇന്നറിൽ വെയർ ഹൗസ് ഇല്ല, പക്ഷെ ഇന്നറിൽ വേറെ ജോബുകളുണ്ട് ഒക്കെ ഈ മറ്റേ ഇല്ലീഗൽ പരിപാടി ആയിട്ട്. എന്തിനാ അങ്ങനെ ശരി, അവൻ്റെ പൊട്ടിയില്ലായിരുന്നു. കണ്ടു. അത് കഴിഞ്ഞിട്ട് ഷാമിലൊന്നും പൊട്ടിച്ചില്ല. ഞാൻ പെട്ടെന്ന് എന്തോ പറ്റിയത്. അപ്പൊ അത് ഇപ്പൊ മെസ്സേജ് എല്ലാരും അപ്പൊ പറഞ്ഞില്ല. ഇല്ല, ഞങ്ങൾ സ്നേഹം കൊടുക്കുക, പക്ഷെ എന്നോടൊന്നും കിട്ടില്ല. ചിലപ്പോ ഇത് മറ്റേ സീരിയലിന്റെ കാര്യം കരഞ്ഞിരിക്കൂടെ നമ്മളോട് പറഞ്ഞിട്ടേ. ഇതൊക്കെ നോർത്താംപ്റ്റണിന്റെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. വെയർ ഹൗസ്, കെയർ ഹോം, എന്താന്നറിയോ, നമുക്ക് അങ്ങനെ ഒരു ഒഫീഷ്യൽ ആയിട്ടൊന്നും പറയാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ഇപ്പം വേറെ ഏതെങ്കിലും പയ്യന്മാര് വന്നിട്ട് ഇവിടെ വന്ന് പെട്ട് കഴിഞ്ഞാല് അവരെന്തിന് ഡയലോഗ് ഇവിടെ ആരുടെ ജോബാണ് പറയും. അതാ പ്രശ്നം. ആർക്കും ചുമ്മാ ഇവിടെ ജോബ് എടുത്ത് വെച്ചിട്ടില്ല, അത് മനസ്സിലാക്കണം. അത് ശരിയാട്ടാ. ഒരു മാസം നമ്മൾ ഇറങ്ങി തപ്പി കഴിഞ്ഞാൽ ചിലപ്പോ അതിന്റെ നാക്ക് മനസ്സിലാവും. ഇറങ്ങി ഞങ്ങളൊക്കെ ഒരു ഒന്നൊന്നര മാസം ഞങ്ങൾ കഴിഞ്ഞിട്ടാണ് ഞാനൊക്കെ ജോലി. ഞാൻ 2 മാസം. പക്ഷെ എന്റെ ഒരു അഭിപ്രായത്തില് ആ ജോബ് അല്ല നമ്മളെ ബെറ്റർ ആക്കി. ഇപ്പത്തെ ഒരു ജോബ് കിട്ടും, അതിന് അടുത്ത ജോബ് കിട്ടും, പിന്നെ അതിന് അടുത്ത ജോബ് കിട്ടും. അങ്ങനെ ജോബ് മാറി നമ്മളെ ലൈഫിൽ ജോബ് മാറും, പിന്നെ അതുപോലെ വീട് മാറി, ഫ്രണ്ട്സ് മാറി. വന്നപ്പോ കൊറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. ഇപ്പം വലിയ ഗ്രൂപ്പിൽ നിന്ന് ഇങ്ങനെ കട്ട് ചെയ്ത് ഇപ്പൊ കുഞ്ഞ് ഒരു ഫാമിലി സെറ്റപ്പിലുള്ള ഫ്രണ്ട്ഷിപ്പായി. പക്ഷെ നമുക്ക് അങ്ങനെ ആരും കണക്ഷൻ ഒന്നും വിട്ടിട്ടും ഫ്രീക്വൻസി പറഞ്ഞു. പിന്നെ നമ്മള് വന്ന ടൈമിൽ പറഞ്ഞാൽ ആർക്കും ജോബ് ഇല്ല, അപ്പൊ എല്ലാരും അവൈലബിൾ ആയിരുന്നു. അവൈലബിലിറ്റി പറഞ്ഞു. എല്ലാരും ഒരുമിച്ച് കിട്ടുന്നില്ല ലൈഫ്. പക്ഷെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പൊ ചുരുക്കി പറഞ്ഞാല് ഇംഗ്ലണ്ട് ഈസ് എ ബെറ്റർ ഓപ്ഷൻ. പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ മറ്റൊരു വൈറ്റ് പേപ്പർ അതെന്തോ ഒരു വിഷയം വരുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ അതില് 3 വിഷയങ്ങൾ വരുന്നുണ്ട്. എന്തെല്ലാം അറിയാം? ഒന്ന്, PSW പീരീഡ് കൂട്ടി 18 മന്ത്സ് ആക്കി, 24 മന്തുള്ള 18 മന്ത്സ് ആക്കി. അതൊന്നാമത്തെ കാര്യം. പിന്നത്തെ കാര്യം എന്ന് പറഞ്ഞാല് PR 5 വർഷം ഇവിടെ UK നിന്ന് കഴിഞ്ഞാൽ PR കിട്ടും എന്നുള്ളത് 10 വർഷം നിന്നാലേ കിട്ടുള്ളൂ എന്നാക്കി. അതൊരു പ്രശ്നമാണ്. പിന്നത്തെ ഒരു വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഏത് കോഴ്സിനാണോ വരുന്നത്, ഇപ്പോൾ നമ്മളെ കോഴ്സ് പീരീഡ് കഴിയണതിൻ്റെ മുന്നേ ആ കോഴ്സിൻ്റെ സെയിം ഫീൽഡിൽ വർക്ക് ചെയ്താൽ മാത്രമേ PSW അടിച്ച് തരുള്ളൂ എന്നുള്ളൊരു സാധനം വരുന്നുണ്ട്. ഈ 3 സാധനം കുറച്ച് സീനാണ്. അപ്പോൾ നമുക്കൊന്നും പറയാൻ കഴിയില്ല. ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റൂള് വന്നാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, റൂള് വന്നു എന്ന് പറയാൻ കഴിയുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെ മറ്റൊരു പ്രപ്പോസൽ വെച്ചല്ലോ, ഏത് കെയർ ഹോം വർക്കേഴ്സിന് 2 വർഷം കൊണ്ട് PR അടിച്ചു കൊടുക്കാന്നുള്ളത്. അത് ഒരുപാട് ആൾക്കാർ സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ അത് തള്ളിപ്പോയി. കാരണം ചോദ്യം വന്നു, എന്താണ് കെയർ ഹോം വർക്കേഴ്സിന് ഇത്ര പ്രത്യേകത? പക്ഷെ കെയർ ഹോം വർക്കേഴ്സിന് എല്ലാവരും കെയർ ഹോം വർക്കേഴ്സിനെ കുറ്റം പറയേണ്ടതുണ്ടെങ്കിലും കെയർ ഹോം വർക്കേഴ്സിന് വേറൊരു ബെനിഫിറ്റ് ഉണ്ട്. എന്താ അറിയോ? IHS അടക്കണ്ട.
നമ്മളൊക്കെ ഒരു വർഷം ഇവിടെ നിൽക്കണമെന്നുണ്ടെങ്കിൽ 1500 പൗണ്ടോളം, ഏകദേശം 1.5-2 ലക്ഷം രൂപേൻ്റെ അടുത്ത് IHS ഫീസ് അടക്കണം. കേരളം വർക്കേഴ്സിന് അതില്ല. ഇനിയിപ്പോൾ സ്റ്റുഡൻറ്റ് പീരീഡിൽ ഈ 2 വർഷത്തിന് 1 വർഷത്തിന് 1500 പൗണ്ട് അടച്ച് വന്നവരാണെന്നുണ്ടെങ്കിൽ കെയർ ഫീൽഡിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ 6 മാസത്തെ സാലറി സ്ലിപ്പ് വെച്ച് കഴിഞ്ഞാൽ HMRC എന്ത് ചെയ്യും? ഈ ഫണ്ട് നമ്മുടെ നാട്ടിൽ ഏത് അക്കൗണ്ടിൽ നിന്നാണോ നമ്മൾ ട്രാൻസ്ഫർ ചെയ്തത് ആ അക്കൗണ്ടിലേക്ക് റീഫണ്ട് ചെയ്ത് തരും. ഒരുപാട് ആൾക്കാർ ചെയ്തു 6 മാസം വെച്ചിട്ട്. ഇപ്പോൾ എനിക്ക് തോന്നുന്നു 15% വെച്ചിട്ടാണ് തോന്നുന്നുണ്ട്. 15% 25% അങ്ങനെ എന്തോ ആണ്. എനിക്കറിയില്ല എന്താണ് ഈ കേരള വർക്കേഴ്സിന് ഇങ്ങനെ കുറ്റം പറഞ്ഞ ആൾക്കാർ. ഞാൻ കേരളം വർക്ക് ചെയ്തിട്ടില്ല, ബട്ട് എന്റെ ഗ്യാങ്ങുള്ള ആൾക്കാർ എല്ലാവരും ഒരുപാട് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ എടാ എനിക്കറിയില്ല എന്താ എന്ത് ജോലി കിട്ടിയില്ലെങ്കിൽ നമുക്ക് കേരളം ജോലി കിട്ടും. അത് 100%. എനിക്ക് താല്പര്യമില്ലാത്തതാണ് ഞാൻ പോകാൻ, അല്ലാതെ ഉറപ്പായിട്ടും ജോലി കിട്ടും. എനിക്ക് മനസ്സിലാവണില്ല എന്താണ് കുറ്റം പറയാൻ എന്താണെന്ന് മനസ്സിലാവണില്ല. കാരണം എന്താ വെച്ചാൽ എടാ രസാണ് അല്ലേ? എനിക്കറിയത്തില്ല. ഇവൻ പറഞ്ഞ ഇവനും മുർഷാദ ആവിതൊക്കെ പറഞ്ഞു കേട്ടിട്ട്, ആവി പറഞ്ഞില്ല, മുർഷാദൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. എക്സ്പീരിയൻസ് ഇല്ല. എല്ലാം ബേസിക്കലി ഹാപ്പിനെസ്. പക്ഷെ ഇതിനൊക്കെ എന്ത് പണി ഇവിടുത്തെ അതാണ്, എന്ത് പണി ചെയ്താലും 12.5 പൗണ്ട്. അതാണ് എന്ത് പണി ചെയ്താലും, കൂലിപ്പണിക്ക് പോയാലും ഇനിയിപ്പോ പ്രൊഫഷണൽ ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതേ കിട്ടുള്ളൂ. വൈറ്റ് കോളർ ജോബ് ആണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ ഇതേ കിട്ടും. സൂട്ടൊക്കെ ഇട്ട് പോയാലും ചിലപ്പോൾ ഈ സെയിം എമൗണ്ട് എടുക്കും. ഡിപ്പെൻസ് ആണ്, പറയാൻ കഴിയില്ല. അതേസമയം പെയിന്റ് അടിക്കാനും പിന്നെ പെയിന്റ് അടിക്കാൻ പോയാൽ പേ കൂടുതലാണ്. 16 പൗണ്ട് 17 പൗണ്ട് ഒക്കെ ഉണ്ട്. പിന്നെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന് അറിയാം, നമ്മളെ ടീച്ചിങ് ഫീൽഡ് സൂപ്പർ ഫീൽഡാണ്. കാരണം നാട്ടില് നിങ്ങൾ ഏതെങ്കിലും ആരെങ്കിലും ഇപ്പൊ വരുന്ന നേഴ്സുമാരെ കാട്ടി 17 പൗണ്ട് ഒക്കെ 18 പൗണ്ട് വരെ കിട്ടും. അതിന്റെ പുറമെ ഇപ്പൊ നമ്മള് ട്രാവൽ അലവൻസ് കിട്ടും. പിന്നെ മൺഡേ ടു ഫ്രൈഡേ ജോബുള്ളൂ. രാവിലെ അതും ഫ്ലക്ച്വേറ്റിംഗ് ആണ്. പിന്നെ നൈറ്റ് ഷിഫ്റ്റ് ഇല്ല. പിന്നെ 8 to 4 ഷിഫ്റ്റ് അല്ലെങ്കിൽ 7 to 5. പിന്നെന്താ ആനുവൽ ലീവ് ഇഷ്ടം പോലെ കിട്ടും, ഓഫ് കിട്ടും. പിന്നെ ഇത് നല്ലൊരു ഓപ്പർച്യൂണിറ്റി. അതെ, പേയ്മെന്റ് കൂടുതലാണ്. ഇപ്പൊ പിന്നെ ഫ്രീക്വൻസി കുറവായി. കാരണം സ്കൂൾ ഹോളിഡേസ് ആണെങ്കിൽ ഷാർട്ട് ടൈമിൽ നമുക്ക് വേറെ ജോബ് വേറെ ജോബ് കയറാവുന്നതേ ഉള്ളൂ. കാരണം നാട്ടിൽ എവിടെയെങ്കിലും ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് വേണമെന്നില്ല, എവിടെയെങ്കിലും ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ ടീച്ചിങ് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ പിന്നെ പിന്നെ അങ്ങനെ വരുന്നവര് ഉറപ്പായിട്ടും പോലീസ് ക്ലിയറൻസ് എടുത്തിരിക്കണം. കാരണം കിഡ്സ് സ്റ്റുഡൻസുമായിട്ട് ഡീൽ ചെയ്യുന്നതുകൊണ്ട് ആ ഒരു സാധനം ക്ലിയർ ആയി കഴിഞ്ഞാൽ നമ്മുടെ രണ്ട് ഫ്രണ്ട്സ് എന്റെ ഫ്ലാറ്റ്മേറ്റും വർക്ക് ചെയ്യുന്നതാണ്. പിന്നെ ഞങ്ങളുടെ ചങ്കും വർക്ക് ചെയ്യുന്നത് ടീച്ചിങ് ഫീൽഡിലാണ്. അപ്പം അവരൊക്കെ ചെറിയ എക്സ്പീരിയൻസ് ഉണ്ടായിരുന്ന ഒരാൾക്കാരാണ്. എക്സ്പീരിയൻസ് നമുക്ക് അറിയില്ല അതിനെ പറ്റി. അതെ, ഇത് ആരും പറയാത്തൊരു കാര്യമാണ് ടീച്ചിങ് ഫീൽഡിന്റെ. എന്താണെന്നറിയില്ല, ചിലപ്പോ അറിയാഞ്ഞിട്ടായിരിക്കട്ടെ. നമുക്കിപ്പോ ഇവനായോണ്ടാണ്, കാരണം അവരെത്താതെ ടീച്ചിങ് ഫീൽഡ് ഒരുപാട് ആൾക്കാർ ഏജൻസീസും ഉണ്ട് ഈ ടീച്ചിങ് ഫീൽഡില്. ഇത് ഇവിടെ ബേസിക്കലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഏജൻസീസ് ആണ് ഡയറക്റ്റ് സ്റ്റാഫിനേക്കാളും എമൗണ്ട് കൂടുതൽ കൊടുക്കുന്നത്. ഇപ്പൊ ഡയറക്റ്റ് കിട്ടാനും പാടാണ്. ഡയറക്റ്റ് കിട്ടാൻ ആദ്യം എന്ത് പറഞ്ഞറിയോ, ഒരു എക്സാം എന്തുണ്ട്, ചെറിയ എക്സാം എന്തൊരു പരിപാടി ഉണ്ട്, അത് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് കിട്ടും. പക്ഷെ എനിക്ക് തോന്നുന്നു ബെറ്റർ ഏജൻസിയാണ്. കാരണം ഇപ്പോൾ ഈ ആലോചിച്ചാൽ ആമസോണിൽ ഡയറക്റ്റ് വർക്ക് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ഏജൻസി സ്റ്റാഫായിട്ട് പോകണതാണ്. നമ്മളെ റോയൽ മെയിലിൽ ഡയറക്റ്റ് പോകുന്നതിനേക്കാളും ആൻകാർഡിനേക്കാളും ഫണ്ട് കൊടുക്കുന്നത് മറ്റേ പേർട്ടൺസ് തോന്നുന്നുണ്ട്. അപ്പം ഏജൻസി ബെറ്റർ അല്ലേ? ഓൾ ടുഗദർ ഞങ്ങൾ ഹാപ്പിയാണ്. UK ഹാപ്പിയാണ്, പിന്നെ ഇംഗ്ലണ്ട് ഹാപ്പിയാണ്, പ്ലീസ് അതൊന്ന് മനസ്സിലാക്കണം. ഇംഗ്ലണ്ട് UK 4 രാജ്യങ്ങളിലെ ഒരു രാജ്യമാണ് പ്ലീസ്. പിന്നെ അതുപോലെ
ഇംഗ്ലണ്ട് എന്ന് പറഞ്ഞാൽ വിശാലമായിട്ട് കിടക്കുന്നത്, പരന്ന് കിടക്കുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് തന്നെ ഇവിടുന്ന് ലിവർപൂൾക്ക് ഏകദേശം 3 hour ഡ്രൈവ്, മാഞ്ചസ്റ്റർക്ക് 4 hour ഡ്രൈവ് ഉണ്ട്, ലണ്ടൻക്ക് പക്ഷേ 1 hour ഉള്ളൂ, 1.5 hour ഉള്ളൂ. അപ്പോൾ ഇംഗ്ലണ്ട് ഈസ് പിന്നെ കുറെ ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. കുറെ ചെറിയ എമൗണ്ട് ഉള്ളൂ, 12 pound ഒക്കെ ഉള്ളൂ നമുക്കൊരു ഇത് രജിസ്റ്റർ ചെയ്യാൻ, ബിസിനസ് ആയിട്ട് രജിസ്റ്റർ ചെയ്യാൻ. ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. പിന്നെ ലക്ക് ട്രൈ ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ്. ട്രൈ ചെയ്യണം. ക്ലിക്ക് ആയാൽ ലൈക്ക് എന്താ പറയുക, റിസ്ക് എടുക്കണം. റിസ്ക് എടുക്കാതൊന്നും പറ്റത്തില്ല. നമ്മൾ യൂകെയിലോട്ട് വന്നത് തന്നെ റിസ്ക്, അത് വലിയൊരു റിസ്ക്കാണ്. ഇത്രയും നെഗറ്റീവ്സ് ഉള്ള സമയത്താണ് നമ്മൾ കയറി വന്നത്. ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇല്ല, ഡിപ്പെൻഡന്റ് വിസ എടുത്ത് വന്ന സമയം, ആ ടൈമിലാണ് നമ്മൾ കയറിയത്. ഒരിക്കലും വന്ന് നമ്മൾ സെറ്റ് ആയതാണെന്ന് പറയാൻ പറ്റില്ല, കാരണം സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. സ്ട്രഗ്ലിംഗ് പീരീഡ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞങ്ങളിങ്ങനെ സർവൈവൽ ചെയ്തോണ്ടിരിക്കുകയാണ്. ഞാൻ ഈ യൂട്യൂബേഴ്സിന്റെ വീഡിയോസ് ഒക്കെ കണ്ടതിലൊക്കെ ഒരു 90% അല്ലെങ്കിൽ 80% ആൾക്കാരും സെറ്റിൽഡ് ആയവരാണ് യൂട്യൂബേഴ്സ് യൂകെയിലുള്ള. അപ്പൊ അവരിതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് അവരെ ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല കാര്യങ്ങൾ എന്നൊക്കെയാണ്. പക്ഷെ നമ്മൾ പറഞ്ഞാൽ നമ്മൾ സ്റ്റുഡൻറ് പീരീഡിലാണ്, സ്റ്റുഡൻറ് പീരീഡിലാണ്, സ്റ്റിൽ ഫൈറ്റിംഗ്, സ്ട്രഗ്ലിംഗ്, സർവൈവിങ്, ആ ഒരു പീരീഡാണ് നമ്മൾ. അപ്പം എന്നിട്ടും നമ്മൾ ഓക്കെയാണ്. ബേസിക്കലി ഹാപ്പിനെസ് മാറ്റേഴ്സ്. സീരിയസ് ആയിട്ട് പറയാം, ഫ്രണ്ട്ഷിപ്പ്, ഹാപ്പിനെസ്, കണക്ഷൻ ഉണ്ടാക്കണം. കണക്ഷൻ ഇല്ലാതെ സീനാണ്. കാരണം അതും പറയണം, ഡിപ്രഷനിലേക്ക് പോകാൻ പറ്റിയ കളിയാണ്, എസ്പെഷ്യലി ഇവിടുത്തെ വിന്റർ ടൈം. വിന്റർ ടൈമിൽ പറയണത് തന്നെ ഡിപ്രഷൻ പീരീഡ്. അത് നമ്മൾ ഓട്ടോമാറ്റിക്കലി നേച്ചറും നേച്ചർ അങ്ങനെ ആയിപ്പോകും. ഒരു 24 മണിക്കൂർ ഉണ്ടെങ്കിൽ ഏകദേശം ഒരു 18 to 20 മണിക്കൂറും ഇരുട്ടായിരിക്കും. ഇരുട്ടെപ്പോഴാ നേരം വിളിക്കുന്ന അറിയോ? 10 മണിക്ക് നേരം, 10 മണിക്ക് നേരം വിളിക്കും. ഒരു 3 മണിയാകുമ്പോ പോകും, ഇരുട്ടാവും. ഇപ്പൊ നല്ല രസം. നേരെ തിരിച്ചാണ്. പ്രശ്നം എന്താ വെച്ചാൽ പ്രശ്നം ഇപ്പൊ രാത്രി 10 മണിയാണ് സൂര്യൻ രാത്രി 10 മണിയായി കൊടുക്കാൻ രാത്രി 10 മണിക്കാണ്. ഒരു രാവിലെ ഒരു 4-4:30 ആകുമ്പോഴത്തേക്കും പുള്ളി കഴിയും. ആകെ ഫുൾ കളറാണ്. 2, 4, 6 മണിക്കൂർ നൈറ്റ്. അതും നൈറ്റ് ഒന്നും പറയാൻ കഴിയില്ല, മറ്റേ സ്ട്രീറ്റ് ലൈറ്റ് ഇട്ട മാതിരിയാണ് നിലാവ്. ചില സമയം നല്ല രസമാണ്, നല്ല നിലാവ്. ഇപ്പൊ നല്ലൊരു പോസിറ്റീവ്, നല്ല പോസിറ്റീവ് വൈബാണ്. പക്ഷെ വിന്റർ ടൈം നല്ല നെഗറ്റീവ് ആണ്. നമ്മളൊക്കെ വന്ന വിന്റർ ടൈം, ഞങ്ങള് വിന്റർ സ്റ്റാർട്ടിങ്ങിന്റെ കുറച്ച് മുന്നേ, പക്ഷെ നമുക്ക് നല്ലൊരു വിന്റർ കിട്ടി ചെയ്തിട്ടാ. പിന്നെ ഇവിടുത്തെ ക്ലൈമറ്റ് ഒരു എക്സ്പെക്ട് ചെയ്യാൻ പറ്റത്തില്ല. എങ്ങനെ ഇരിക്കും, നോക്കി ഇരിക്കുമ്പോഴായിരിക്കും മഴ പെയ്യും. പഴം പറഞ്ഞാൽ ഭയങ്കര ചെറിയ മഴ. അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഓക്കെ, കൂടുതൽ പറഞ്ഞ് ഞാൻ പറഞ്ഞില്ല, നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. ക്യൂട്ട് ആൻഡ് ഷോർട്ട് ആയിട്ട് ബാക്കി നെക്സ്റ്റ് വീഡിയോയിൽ വരുന്നത്. ഇത് ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയാണ്. യൂണിവേഴ്സിറ്റിയിൽ ഒരു റൂം, അത് ഒരു പ്രൈവറ്റ് റൂം. നമ്മളിങ്ങനെ ബുക്ക് ചെയ്തിട്ട് നമുക്ക് അസൈൻമെന്റ്സും കാര്യങ്ങളും ചെയ്യാനും എല്ലാം തന്നെ ഒരു TV ഒക്കെ ഉണ്ട്. ഞങ്ങളിവിടെ ഇരുന്നിട്ട് സിനിമ ഞങ്ങളുടെ മെയിൻ പരിപാടിയാണ്. ഇവിടെ ഇരുന്നത് ഫിലിമാണ്. നല്ല വലിയ സ്ക്രീനാണ്, രസം. അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. അപ്പം ഇടയ്ക്കിങ്ങനെ നമുക്ക് 5-6 ആൾക്കാരെ വിളിച്ചിട്ട് അടുത്ത പ്രാവശ്യം ഇനി തലക്കെട്ടാന്ന് വരുമ്പോ വീഡിയോ ഇടുന്നതായിരിക്കും. ഒത്തിരി ഇനി അടുത്ത വീഡിയോക്ക് വേണ്ടി കാത്തുനിരിക്കരുത്. അന്നേരം വരത്തുള്ളൂ, ചിലപ്പോ 5-ന്റെ കിട്ടും. ഓക്കെ, അപ്പൊ ഇത്ര നേരം ഞങ്ങളെ ശ്രമിച്ചതിനും കണ്ടതിനും ഓടിച്ചുവിട്ടതിനും ചാനലിന്റെ പേരൊന്നും സ്കിപ്പ് അടിച്ചിട്ടേനും എന്ത് ചാനൽ അതിലെ കണ്ടാ മതിയായിരുന്നു. നമുക്ക് എല്ലാവർക്കും അയ്യോ അവിടെ കൊണ്ടുണ്ടാ ഞാനും അവര് തമ്മിൽ അപ്പുറം അടിക്കണം. സംസാരം ഉണ്ടാവില്ല. സെറ്റാകുമ്പോ അവനെ കൊടുത്ത് നമ്മള് കണ്ണൂരത്തെ കുറച്ച് ഈ നായി സംസാരിക്കുന്നുണ്ടെങ്കിൽ നിർത്തൂല. ഓക്കെ, അപ്പൊ കട്ട് ചെയ്ത് ബ്ലോക്ക് ചെയ്യേണ്ടത് എന്റെ അവസ്ഥ, എന്റെ ഒരു എന്താ പറയുക. ഓക്കെ, ബൈ.